ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കൻ ഉണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂണോളം തൈര്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 2 വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളകാണ്. കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി 3 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ വീതമുണ്ട്. 2 ചേർത്ത് കൊടുക്കാം. അത് ചതച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഉള്ളിയുടെ കളറൊക്കെ ഇത് മാറി ഇതെല്ലാം ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരണം. അപ്പോഴേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം കളറൊക്കെ ഒന്ന് മാറിയത് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഗരം മസാലയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 3/4 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി നല്ലതായിട്ട് വേവിച്ചെടുക്കാം തക്കാളി. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കിടന്നിട്ടൊരു 2-3 മിനിറ്റോളം നമുക്ക് ഇതേപോലെ ഒന്ന് ചിക്കൻ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം വേവിക്കാനൊക്കെ. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇതേപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പില ഇലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.